ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പുതിന റൈസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുതിനയെല്ലാം കഴുകിയെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, 2 പച്ചമുളക്, 2 സ്പൂൺ തേങ്ങ ഇത്ര എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനുശേഷം നമ്മളൊരു കുക്കർ വെച്ച് അതിലേക്ക് ഒരല്പം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 3 ഏലക്ക, ഒരു കഷ്ണം കറുകപ്പട്ട, ഒരു വഴണയില, 2 ഗ്രാമ്പു ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ അത് ചൂടായതിനു ശേഷം നമ്മൾ അതിലേക്ക് 2 മീഡിയം സൈസ് സവാള അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു റൈസാണ്. നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസ്. അപ്പം സവാളയിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് ബ്രൗൺ കളറൊന്നും ആവണ്ട. എന്നാലും കുറച്ച് കളർ മാറിയ ശേഷം നമുക്ക് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നന്നായിട്ട് ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലെ പച്ചമണമെല്ലാം മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ 1.25 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് നമ്മളിതിലേക്ക് ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കണം. കുറച്ച് ഉപ്പ് മുന്തി നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഉപ്പിടാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിലിൽ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വിസിലടിച്ചതിന് ശേഷം കുക്കർ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വിസിലെല്ലാം പോയതിനു ശേഷം നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് വെന്ത് പരുവായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം.